JEE മെയിൻ 2024 phase 1 31st ജാനുവരിയിൽ ഷിഫ്റ്റ് കൊണ്ട് ചോദിച്ച ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 9. സോ ആൽക്കഹോൾ ഫീനോൾ ഈതേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ആൽക്കഹോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ റിയാക്ഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ: ആൽക്കഹോൾ റിയാക്ട് ബോത്ത് ആസ് ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽ. NCERT പ്രകാരം ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൽക്കഹോളിന് ഇലക്ട്രോഫൈലായിട്ടും ന്യൂക്ലിയോഫൈലായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. റീസൺ: ആൽക്കഹോൾ റിയാക്ട് വിത്ത് ആക്റ്റീവ് മെറ്റൽ. ആക്റ്റീവ് മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്, സച്ച് ആസ് സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം ടു ഈൽഡ് കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് ആൻഡ് ലിബറേറ്റ് ഹൈഡ്രജൻ. അതും ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ആൽക്കഹോളിനെ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഈ ഹൈഡ്രജനെ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൽ ഡിസ്പ്ലേസ് ചെയ്യും. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആൽക്കോക്സൈഡ് അയോൺ, സോഡിയം ആൽക്കോക്സൈഡ്, പൊട്ടാസ്യം ആൽക്കോക്സൈഡ്, അലുമിനിയം ആൽക്കോക്സൈഡ് അങ്ങനെ ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ലിബറേറ്റ് ഹൈഡ്രജൻ. സോ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഈ ഒരു റിയാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കഹോൾസിൻ്റെ ആസിഡ് ക്യാരക്ടറാണ്, അസിഡിക് നേച്ചർ. സോ അസേർഷനും റീസണും രണ്ടും കറക്റ്റ് ആണ്. പക്ഷേ ഇത് തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്. പക്ഷേ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആയിരിക്കും.